നമസ്കാരം. വൃശ്ചിക മാസം മലയാള മാസങ്ങളിലെ വ്രതശുദ്ധിയുടെ മാസം കൂടിയാകുന്നു. ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്നതായ മാസം. ശബരിമല ദർശനത്തിനായി കഠിന വ്രതത്തോടെ വിശ്വാസികൾ ദർശനം നടത്തുന്നതായ മാസം കൂടിയാണ് ഇത്. ശബരിമല തീർത്ഥാടന കാലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൊല്ലവർഷത്തിലെ 4ാമത്തെ മാസമാണ് വൃശ്ചികം. സൂര്യൻ വൃശ്ചികം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് വൃശ്ചിക മാസം. തമിഴ് മാസങ്ങളായ കാർത്തിക, മാർഗഴി മാസങ്ങൾക്ക് ഇടയ്ക്കാണ് വൃശ്ചികം. നാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം വരുന്ന, കൂടാതെ സൂര്യദേവനായി സമർപ്പിക്കപ്പെട്ട മാസം കൂടിയാണ് ഇത്. പലതരത്തിലുള്ള മാറ്റങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ സംഭവിക്കുന്നതായ മാസം കൂടിയാണ് ഇത്. ചില ശുഭകരമായ സൂചനകൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ മാസം അല്ലെങ്കിൽ വരും ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് വീടുകളിൽ കാണുന്നതായ ലക്ഷണങ്ങൾ, വിടരുന്നതായ പൂക്കൾ അല്ലെങ്കിൽ വളർന്നു വരുന്നതായ ആ സസ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ ശുഭലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ വൃശ്ചിക മാസത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എന്നതാണ്. ഈ വൃശ്ചിക മാസം മുഴുവൻ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ അയ്യപ്പസ്വാമിയുടെ അഥവാ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കുടുംബദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിത്യവും ആരും വിളിക്കാതെ തനിയെ ഉണരുകയോ കണ്ണുകൾ തുറക്കുകയോ ചെയ്യുന്നത് പോലും ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ നിങ്ങളുടെ മുഖത്തിന് സംഭവിച്ചതായ ചില മാറ്റങ്ങളെ കുറിച്ച് പരാമർശിക്കും. നിങ്ങളുടെ മുഖത്ത് ചൈതന്യം അഥവാ തിളക്കം വർദ്ധിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പരാമർശിക്കുന്നതാണ്. നിങ്ങൾക്കും അത് പിന്നീട് ബോധ്യമാകുന്ന കാര്യമായി മാറും. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഭാഗ്യം വർദ്ധിക്കുന്നതിന്റെ അഥവാ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മുഖത്ത് ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ചില കാര്യങ്ങൾക്ക് മുന്നോടിയായാണ് അഥവാ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും. ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുകയും അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും കാലതാമസം അല്ലെങ്കിൽ തടസ്സങ്ങൾ ആ കാര്യത്തിന് നേരിടാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും അതുമൂലം ധനപരമോ അല്ലാതെയോ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ മാസം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇന്നേ ദിവസം എന്തോ പ്രത്യേകമായ ഭംഗി പ്രകൃതിക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. പ്രകൃതിയിൽ നോക്കുന്നതായ സമയത്ത് വളരെയധികം പച്ചപ്പ് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ഭംഗി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. ഈശ്വരാധീനം അഥവാ പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്ന് പ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല ദിവസങ്ങളുടെ സൂചനയായി തന്നെ കണക്കാക്കാം. സമ്പത്ത് നാൾക്ക് നാൾ വർദ്ധിക്കുകയോ സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, തടസ്സങ്ങൾ ഒഴിഞ്ഞ് സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾ തിലകം ധരിക്കുന്നതായ സമയത്ത് ആ തിലകം അധിക നേരം മായാതെ നെറ്റിയിൽ തന്നെ പ്രകടമാകുന്നു കാണുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണം ഈശ്വരാധീനം വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തിലകം അധിക നേരം മായാതെ നിൽക്കുന്നു എങ്കിൽ ശുഭലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ വരും ദിവസങ്ങളിലും ഇപ്രകാരം സംഭവിക്കുന്നത് അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന്റെ സൂചന തന്നെയാണ് ഇത്.
മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമായി പരാമർശിക്കുന്നത് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. പലവിധ ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാകാം നിങ്ങൾ. എന്നാൽ അതെല്ലാം മറന്നു പോകുന്നതായ സാഹചര്യം, പൂർണ്ണമായും ഈശ്വരനിൽ അലിയുന്നതായ ഒരു സാഹചര്യം, ഒരു അനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. വിളക്ക് തെളിയിക്കുമ്പോൾ സുഗന്ധം നിങ്ങൾക്ക് ഈ സമയം കടന്നു വരും. ദീർഘനേരം ആ വിളക്ക് തെളിഞ്ഞ് നിൽക്കുന്നതാണ്. കൂടുതൽ സ്വർണ്ണപ്രഭയോടെ ആ വിളക്ക് തെളിയുന്നതാകുന്നു. ഈ വൃശ്ചിക മാസത്തിൽ ഇപ്രകാരം സംഭവിക്കുകയാണ്, അഥവാ ഇന്നല്ല മറ്റ് ദിവസങ്ങളിലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എങ്കിലും അതും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം അനുകൂലമായ ചില കാര്യങ്ങൾ നൽകാൻ പോകുന്നു, സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. ക്ഷേത്രത്തിൽ നിന്നും ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയും ആ പ്രസാദത്തിൽ ശംഖുപുഷ്പം ലഭിക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. മധുരം നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മധുരം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. പലപ്പോഴും ശുഭവാർത്തകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ശുഭവാർത്തകൾ നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് വരാൻ പോകുന്ന ശുഭകരമായ ദിവസങ്ങളുടെ മുന്നോടിയാണ്, അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ കാണുകയാണ് എങ്കിൽ അത് ആ മാസം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. വൃശ്ചിക മാസത്തിൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന പുഷ്പങ്ങൾ വിടരുകയോ അല്ലെങ്കിൽ ഈ സസ്യങ്ങൾ പിടിച്ചു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഈ പൂക്കൾ വിടരുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. അല്ലെങ്കിൽ ഈ സസ്യങ്ങൾ പിടിച്ചു വരികയാണ് എങ്കിൽ അത് വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതിൻ്റെ സൂചനയാകുന്നു. ആദ്യത്തേതായ സസ്യം ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വളരുകയോ അല്ലെങ്കിൽ ധാരാളമായി പൂക്കൾ ഇന്നേ ദിവസം വിടരുകയോ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. വെള്ള അല്ലെങ്കിൽ നീല നിറത്തിലുള്ള പൂക്കളാണ് എങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വിടരുന്നത് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ, ഈശ്വര ചൈതന്യം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു. ഈ ചെടി വളർന്നു വരികയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ മാസം കളയരുത് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സസ്യത്തോടൊപ്പം മുക്കുറ്റി കൂടി വളർന്നു വരികയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. കറ്റാർ വാഴ ഇതോടൊപ്പം വളർത്തുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. അഥവാ കറ്റാർ വാഴയ്ക്ക് അടുത്തായി ഇത്തരത്തിൽ ശംഖുപുഷ്പം പിടിച്ചു വരികയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. നന്ദ്യാർവട്ടം വീടുകളിൽ പിടിച്ചു വരികയോ അല്ലെങ്കിൽ പൂക്കൾ ധാരാളമായി വിടരുകയോ ചെയ്യുന്നു എങ്കിൽ അത് ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യത്തെ, മഹാഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കറ്റാർ വാഴ ഈ ദിവസങ്ങളിൽ, ഈ മാസം പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ പൂവിടുന്നു എങ്കിൽ അത് മഹാഭാഗ്യം, സൗഭാഗ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഈ മാസം വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊരു സസ്യം മുല്ലയാകുന്നു. മുല്ല നിങ്ങളുടെ വീടുകളിൽ വളർന്നു വരികയോ അല്ലെങ്കിൽ ധാരാളമായി പൂവിടുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് മംഗളകർമ്മങ്ങൾ ആ വീടുകളിൽ വന്നു ചേരാൻ പോകുന്നതിൻ്റെ, സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഐക്യം വർദ്ധിച്ചു എന്ന് വരാം. സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്.
അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. റോസ് അല്ലെങ്കിൽ പനിനീർ വീടുകളിൽ ധാരാളമായി പൂവിടുകയോ അല്ലെങ്കിൽ വളർന്നു വരികയോ ആണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഒരു സസ്യമാണ് എങ്കിൽ പോലും വളർന്നു വരികയാണ് എങ്കിൽ അത് മഹാഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുളസി നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വളർന്നു വരുന്നു. ഇന്നേ ദിവസം പുതിയ തുളസി അല്ലെങ്കിൽ ഒരു തുളസി വളർന്നു വരുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുണ്ട് എന്നും ഈ മാസം അല്ലെങ്കിൽ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക ധാരാളമായി വളരുന്നത് നിങ്ങളുടെ വീടുകളിൽ മഹാഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഈ സസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു സസ്യമെങ്കിലും വളരുകയോ അല്ലെങ്കിൽ ധാരാളമായി പൂവിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ മേൽ പറഞ്ഞതായ ഏതെങ്കിലും ഒരു ലക്ഷണം പ്രകടമാവുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾക്ക് മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ ഭജിച്ച് ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.